സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. കട്ടിപ്പാറയിൽ ഫ്രഷ് കട്ട് ശരിക്കും തുറന്നോ? ഈ ദുർഗന്ധം വന്നുവെന്ന് നാട്ടുകാർ രാത്രി തൊട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് സാഹചര്യം? സുജയ പാർവതി, ഗുഡ് ഈവനിംഗ്. അല്പസമയം മുൻപ് മാനേജ്മെന്റും അത് സമ്മതിച്ചിട്ടുണ്ട്. ഫാക്ടറി തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി മുതലാണ് ഫ്രഷ് കട്ട് ഫാക്ടറി തുറന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ജില്ലയിലെ കോഴിക്കടകളിൽ നിന്ന് കോഴി ഇറച്ചി അറവ് മാലിന്യങ്ങൾ ഫ്രഷ് കട്ടിന്റെ വാഹനം എത്തി ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു. അതായത് അതാത് ദിവസത്തെ മാലിന്യം മാത്രമാണ് കമ്പനി ശേഖരിക്കുന്നത്. പഴകിയ മാലിന്യം ശേഖരിക്കുന്നില്ല. അത് കൊണ്ടുപോയി അവിടെ സംസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ അവിടെ നിന്ന് ദുർഗന്ധം വന്നു തുടങ്ങിയെന്ന് കരിമ്പാലക്കുന്നിലെ ജനങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ സംവിധാനങ്ങൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വടകര റൂറൽ എസ്.പിയോട് ഈ സുരക്ഷ നൽകാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും പ്രൊട്ടക്ഷൻ ഓർഡർ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ് തുറന്നിരിക്കുന്നത്. പ്ലാന്റിന്റെ സമീപത്ത് തന്നെ ജില്ലാ കളക്ടർ 144 പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയുടെ പരിസരത്ത് സമരം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വിലക്ക് ഇല്ലാത്ത സ്ഥലത്താണ് ജനകീയ സമരസമിതി ഇപ്പോൾ സമരം നടത്തി വരുന്നത്. ഏതായാലും ഈ ഫാക്ടറിക്കെതിരെ സമരം തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്, ജനകീയ കൂട്ടായ്മ പറയുന്നത്. മറ്റന്നാൾ താമരശ്ശേരിയിൽ ഈ സമര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ മഹാറാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നിരവധി പേരാണ് കഴിഞ്ഞ മാസത്തെ സമരവുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രതി ചേർക്കപ്പെട്ട ഒളിവിൽ കഴിയുന്നത്. പോലീസ് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.